ഇടുക്കി മൂന്നാറിൽ ബസ്സിന് മുകളിൽ നിന്ന് യുവാക്കളുടെ അപകടയാത്ര. ബസ്സിന്റെ മുകളിലും ഡോറിൽ തൂങ്ങിയുമാണ് യുവാക്കൾ അപകടയാത്ര നടത്തിയത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ സംഘമാണ് യാത്ര നടത്തിയത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണും. വിവരങ്ങളുമായി ആൽവിൻ തോമസ് നമുക്കൊപ്പം ചേരുകയാണ്. ആൽവിൻ, ഈ അതിസാഹസിക വിനോദസഞ്ചാരികളെ തിരിച്ചറിഞ്ഞോ, പിടികൂടിയോ? അതിനായുള്ള പരിശ്രമങ്ങൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടത്തി വരികയാണ്. ഏതായാലും അപകടകരമായ യാത്രയാണ് ഈ ഒരു കൂട്ടം യുവാക്കൾ നടത്തിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. രാവിലെ 10 മണിയോട് കൂടിയാണ് ഇത്തരമൊരു അപകട യാത്ര ഈ ദേശീയപാതയിൽ മൂന്നാറിലെ ചിന്നക്കനാൽ പെരിയരാനിന് സമീപം ഈ യാത്ര നടത്തുന്ന ഒരു വളവിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ ബസ്സിന് മുകളിലുള്ള നിൽക്കുന്നവരുടെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം വിട്ടു പോവുകയാണെങ്കിൽ അവർ റോഡിലേക്ക് പതിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത്തരം വളവുകളൊക്കെയുള്ള ആ സ്ഥലത്ത്, ആ റോഡ് വഴിയാണ് ഇത്തരത്തിൽ അപകടകരമായ യാത്ര യുവാക്കൾ നടത്തിയിട്ടുള്ളത്. തമിഴ്നാട് സ്വദേശികളായ യുവാക്കളാണ് ഈ വിനോദസഞ്ചാരത്തിനായി മൂന്നാറിലെത്തി ഇത്തരം അപകട യാത്ര നടത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഈ വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചു വരികയാണ്. മോട്ടോർ വാഹന വകുപ്പും നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മൂന്നാറിൽ ഇത്തരം സാഹസിക വിനോദയാത്രകൾ നടത്തുന്നുണ്ടായിരുന്നു. പലപ്പോഴും പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കർശന പരിശോധനയെ തുടർന്ന് ഈ അടുത്ത നാളുകളിലായി ഇത് കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ബസ്സിന് മുകളിലേക്ക് മാറിയിരിക്കുന്നു. മുമ്പ് കാറിന്റെ വിൻഡോ സീറ്റിലുമൊക്കെയാണ് ഇത്തരത്തിൽ വിനോദങ്ങൾ നടത്തിയിരുന്നത്, സാഹസികത നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ബസ്സിന് മുകളിലാണ് ഇത്തരമൊരു അപകട യാത്ര നടത്തിയിട്ടുള്ളത്. ഏതായാലും ഈ ബസ്സിൽ സഞ്ചരിച്ചവരെ ഉടൻ തന്നെ പിടികൂടുമെന്നുള്ളതാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും നൽകുന്ന വിവരം. ബസ് ഡ്രൈവർക്കെതിരെയും മോട്ടോർ വാഹന നിയമപ്രകാരം നടപടിയെടുക്കുമെന്നുള്ളതും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നു. ശരി, വിവരങ്ങളുമായി ചേർന്നത് ആൽവിൻ തോമസ് ആണ്. മൂന്നാറിൽ വീണ്ടും അപകടയാത്ര, ഇക്കുറി ബസ്സിന് മുകളിലാണ്.